ട്രംപ് വീണ്ടും അധിക്ഷേപകരമായിട്ടുള്ള പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തവണ ഈ അധിക്ഷേപകരമായിട്ടുള്ള പോസ്റ്റ് ആരെയാണ് അധിക്ഷേപിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുമായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളെ അധിക്ഷേപിക്കുമായിരുന്നു, ഇസ്ലാമിക തീവ്രവാദികളെ അധിക്ഷേപിക്കുമായിരുന്നു, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അധിക്ഷേപിക്കുമായിരുന്നു, ഇടയ്ക്ക് നെതന്യാഹുവിനെയും അധിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ മുസ്ലിങ്ങളുടെ ദൈവമായിട്ടുള്ള അള്ളാഹുവിനെയാണ് ട്രംപ് അധിക്ഷേപിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിൽ പരാജയപ്പെട്ട US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അശ്ലീല ഭാഷ ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ വളരെയധികം വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം തന്റെ പോസ്റ്റുകളിൽ ഇറാനെതിരെ അങ്ങേയറ്റം ലജ്ജാകരമായ വാക്കുകൾ ഉപയോഗിക്കുകയും പോസ്റ്റുകളിൽ അള്ളാഹുവിനെ പരാമർശിക്കുകയും ചെയ്തു. ഇത് മുസ്ലിം സംഘടനകളെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ലോകമെമ്പാടും ട്രംപിനെതിരെ പ്രതിഷേധം കത്തുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം തന്റെ അസംബന്ധങ്ങൾക്കും പരുഷമായ വാക്കുകൾക്കും ലോകമെമ്പാടും അറിയപ്പെടുന്നു. എന്നിരുന്നാലും യുദ്ധത്തിനിടയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഇറാൻ വിഷയത്തിൽ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ച് ട്രംപ് ഇന്നലെ ആൾക്കാരെ ഞെട്ടിച്ചു. പ്രത്യേകിച്ച് ക്രിസ്തു മതത്തിന്റെ വിശുദ്ധ ഉത്സവമായിട്ടുള്ള ഈസ്റ്റർ ഞായറാഴ്ച പോലുള്ള വിദ്വേഷകരമായ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ വെറുപ്പുളവാക്കുന്ന മനോഭാവം കാരണം ലോകമെമ്പാടും വിമർശനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ട്രംപ് എന്താണ് പറഞ്ഞത് എന്നതിലേക്ക് വരാം. ചൊവ്വാഴ്ച ഇറാനിൽ പവർ പ്ലാന്റ് ദിനവും പാല ദിനവുമായിരിക്കും എന്ന് ട്രംപ് പറഞ്ഞു. രണ്ടും ഒരേ ദിവസമായിരിക്കും. അത് മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ല. തുറക്കുക ഡാഷ് കടലെടുക്കുക. ആ ഡാഷ് പൂരിപ്പിക്കാൻ കഴിയില്ല, അതൊരു തെറിയാണ്. ഭ്രാന്തൻ തെണ്ടി, നീ നരകത്തിൽ ജീവിക്കും, ഒന്ന് കണ്ടു നോക്കൂ, അള്ളാഹുവിന് മഹത്വം, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ജെ ട്രംപ്. ഇങ്ങനെയാണ് ട്രംപ് തൻ്റെ പോസ്റ്റ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് മലയാളത്തിലേക്ക് വായിക്കുമ്പോൾ, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ മൊത്തം തെറിയാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ട്രംപിൻ്റെ പോസ്റ്റിൽ ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള പരാമർശമാണ് ഇപ്പോൾ മുസ്ലിം സംഘടനയെ സമ്പൂർണ്ണമായി ചൊടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.